ഹലോ എവ്രിവൺ. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കൊഴുക്കട്ട ആയാലോ? അപ്പോൾ 2 തരത്തിലുള്ള കൊഴുക്കട്ട നമുക്ക് ഉണ്ടാക്കി നോക്കാം. ഒന്ന് അമ്മിണി കൊഴുക്കട്ടയും ഒന്ന് പാൽ കൊഴുക്കട്ടയും. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. വളരെ നേർത്ത പൊടിയാണ്. അതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് നല്ല തിളച്ച വെള്ളത്തിൽ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുക്കുന്നതുകൊണ്ട് അത് നമുക്ക് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യാം. പിന്നെ ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് തേങ്ങയും 1 സ്പൂൺ ജീരകവും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുഴച്ച് വെച്ച മാവ് മുഴുവനും നമുക്കിങ്ങനെ ചെറുതായിട്ട് ഉരുട്ടിയെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അമ്മിണി കൊഴുക്കട്ട ഉണ്ടാക്കാം. അമ്മിണി കൊഴുക്കട്ട ആവിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. ഒരു 7 മിനിറ്റ് മതിയാവും ഇത് വെന്ത് കിട്ടാനായിട്ട്. തിളച്ച വെള്ളത്തിലാണല്ലോ നമ്മളിത് കുഴയ്ക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ലോണം ഒരു കടു വറുത്തെടുക്കണം. ഇപ്പോൾ കടുവും കുറച്ച് ഉഴുന്നും കുറച്ച് കടലപ്പരിപ്പും മുളകും പിന്നെ കറിവേപ്പിലയും കുറച്ച് തേങ്ങയും കൂടി നല്ലോണം വറുത്തിട്ട് നമ്മളിങ്ങനെ ആവി കയറ്റിയ കൊഴുക്കട്ടയിലേക്ക് ചേർത്ത് കൊടുക്കും. അമ്മിണി കൊഴുക്കട്ട പൊതുവെ നോർത്ത് കേരളയിലാണ് പോപ്പുലർ എന്ന് തോന്നുന്നു, പാലക്കാടും കോഴിക്കോടൊക്കെ. ഇതൊരു ചുട്ട മുളകിട്ട് അരച്ച ചമ്മന്തിയൊക്കെ കൂട്ടി കഴിക്കാൻ അടിപൊളിയാണ്. ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് സൗത്ത് കേരളയിൽ പോപ്പുലർ ആയിട്ടുള്ള പാൽ കൊഴുക്കട്ട എങ്ങനെ ഉണ്ടാക്കാം നോക്കാം. അപ്പോൾ ഇത് വേവിക്കുന്നത് ആവിയിലല്ല, തിളച്ച വെള്ളത്തിലാണ്. അപ്പോൾ അടച്ച് വെച്ച് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്ക് ഇത് വേവിച്ചെടുക്കാം. അപ്പോൾ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്ക പൊടി കൂടി നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മധുരം ഇഷ്ടമാണെങ്കിൽ ഒരു 1-2 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്. ഇനി തേങ്ങാപ്പാലിൽ കൊഴുക്കട്ട നല്ലോണം വെന്ത് നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് വളരെ ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇതിന് സൈഡ് ഡിഷിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ 2 കൊഴുക്കട്ടയും ട്രൈ ചെയ്തിട്ട് ഏതാണ് കൂടുതൽ ഇഷ്ടമായെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം.